മണ്ണിടിഞ്ഞ് ദുരന്തമുണ്ടായ വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇനിയും കണ്ടെത്താനുള്ളത് 5 പേരെ. പ്രദേശത്ത് 4 മേഖലകളായി തിരിച്ച പരിശോധന തുടരും. മണ്ണിടിഞ്ഞ് അപകടമുണ്ടായ സ്ഥലം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉച്ചയോടെയായിരിക്കും മുഖ്യമന്ത്രി കള്ളാടിയിലെത്തുക. അതുല്യ രാമചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു വരികയാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ തെരച്ചിലടക്കം പുരോഗമിക്കുന്നത്? കടാവർ നായകളെ അടക്കം എത്തിച്ചുള്ള തെരച്ചിലല്ലേ നടക്കുന്നത്? കാർത്തു, വയനാട്ടിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ വലിയൊരു പ്രതികൂലമായിട്ടുള്ള പ്രശ്നമായി തന്നെ തുടരുന്നുണ്ട്. കനത്ത മഴയ്ക്കൊപ്പം തന്നെ ഇപ്പോൾ വയനാട്ടിൽ കോടമഞ്ഞ്, അതായത് ഈ തുരങ്കപാത നടക്കുന്നത് അതൊരു മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മഴയ്ക്കൊപ്പം ഇപ്പോൾ കോടമഞ്ഞ് കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നിലവിൽ 4 മേഖലകളായി തിരിച്ച്, അതായത് 4 സോണുകളായി തിരിച്ച് ഓരോ സോണിലും ഓരോ ടീമായാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത്. ഒരു ടീമിൽ NDRFൻ്റെ, അതായത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംഘം, അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി വന്നിട്ടുള്ള നാട്ടുകാരും സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും അങ്ങനെയുള്ള വളണ്ടിയേഴ്സും അടങ്ങുന്നതാണ് ഓരോ ടീമുകളും. ഇങ്ങനെ ഓരോ സോണിലും ഓരോ ടീമാണ് തിരച്ചിൽ നടത്തുന്നത്. നിലവിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്തെ 4 സോണുകളാക്കി തിരിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇതിൽ ഏത് സോണിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നത് നമുക്ക് കൃത്യമായി അറിയില്ല എന്നുള്ളതാണ്. ഇന്നലെ ഇത്തരത്തിൽ ഈ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് കേബിൾ ക്യാമറ ഉപയോഗിച്ച്, അതായത് അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ ചെറിയ നൂല് പോലെ ഇറങ്ങിപ്പോകുന്ന ക്യാമറ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. അതിലൊന്നും കണ്ടെത്താനായിട്ടില്ല. എന്തായാലും നിലവിൽ ആദ്യത്തെ രക്ഷാപ്രവർത്തനത്തിൽ NDRF സംഘത്തിന് പുറമെ 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ, 158 ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ 52 ജീവനക്കാർ തുടങ്ങിയവർ ഈ ഒരു വിവിധ സംഘങ്ങളിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ തിരച്ചിലിനായി 2 സ്നിഫർ നായകളെയും 2 കടാവർ നായകളെയുമാണ് എത്തിച്ചിട്ടുള്ളത്. 2 സ്നിഫർ നായകൾ എന്ന് പറയുന്നത് മണ്ണിനടിയിൽ പുതഞ്ഞു പോയിട്ടുള്ളവരുടെ മണം, അതായത് മണം പിടിച്ച് സെൻറ്റ് ട്രാക്ക് ചെയ്യുന്ന നായകളാണ്. കടാവർ നായകൾ മൃതദേഹങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പ്രത്യേക പരിശീലനം സിദ്ധിച്ചിട്ടുള്ള നായകളാണ്. ഇത്തരത്തിൽ 2 സ്നിഫർ നായകളും 2 കടാവർ നായകളുമാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തെരച്ചിലിനായി വയനാട്ടിൽ ഈ കള്ളാടി മേഖലയിൽ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിന് കല്ലാടിയിലെ ഈ ഒരു തുരങ്കപാതയ്ക്ക് അടുത്ത് ഈ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഗതാഗതത്തിനും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളുടെയും ജനങ്ങളുടെയും എല്ലാം സഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേപ്പാടി ടൗൺ, ബോച്ചെ എസ്റ്റേറ്റ്, അപകട സ്ഥലത്തിൻ്റെ 500 മീറ്റർ ചുറ്റളവ് എന്നിവിടങ്ങളിലാണ് ഈ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നത്. അതായത് ഈ ഗതാഗതത്തിൻ്റെ ഈ ഒരു പാലത്തിൻ്റെ അടക്കം 1.5 കിലോമീറ്റർ മുൻപായി വാഹനങ്ങൾ തടയും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അനാവശ്യമായി ആളുകൾ കൂടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ക്രമീകരണം. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ആംബുലൻസുകളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള വാഹനങ്ങളും എല്ലാം ഈ ആൾക്കൂട്ടത്തിന്റെ തിരക്കിനിടയിൽ എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആളുകൾ ഈ കാഴ്ച കാണാൻ എത്തുന്നത് മറ്റ് വലിയൊരു ഈ മഴ അധികമാകുമ്പോൾ വീണ്ടും മണ്ണൊലിക്കുകയൊക്കെ ചെയ്താൽ അത് വീണ്ടും ഒരു അപകടത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ആളുകൾ തടിച്ചുകൂടുന്നത് ഒഴിവാക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്കും മറ്റും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേപ്പാടി ടൗൺ, ബോച്ചെ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ 500 മീറ്റർ ചുറ്റളവ് എന്നിവിടങ്ങളിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ മരിച്ചതായി സ്ഥിരീകരിച്ചത് 3 പേരാണ്. നിലവിലെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ ഈ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്ന ഇവരുടെ കരാർ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള അതിഥി തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവരെല്ലാം. അതിൽ 3 പേരുടെയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റർ മധ്യപ്രദേശ് സ്വദേശിയായ
ബാൻ, അതുപോലെ തന്നെ ബീഹാർ സ്വദേശിയായ സിവിൽ ഫോർമാൻ ബികാഷ് കുമാർ, ജാർഖണ്ഡിൽ നിന്നുള്ള കരാർ തൊഴിലാളി അൻമോൽ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 3 പേരുടെയും മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇനി മൃതദേഹങ്ങൾ എംബാം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എംബാം ചെയ്ത ശേഷം ഇവ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഈ 3 പേരുടെയും ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ അവരുടെ നാട്ടിൽ കുടുംബാംഗങ്ങൾക്ക് അടുത്ത് എത്തിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എയർലിഫ്റ്റ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇത് ഔദ്യോഗികമായി കരാർ കമ്പനി നൽകിയ ലിസ്റ്റ് അനുസരിച്ചുള്ള കണക്കാണ്. 5 പേർ എന്നത്. അതിൽ ഹിമാചൽ പ്രദേശ് സ്വദേശിയായ കൺസ്ട്രക്ഷൻ മാനേജർ വിക്രം റാണ, ഹിമാചലിൽ നിന്ന് തന്നെയുള്ള എഞ്ചിനീയറായ രാഹുൽ, എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ആയിട്ടുള്ള മുഹമ്മദ് ഇമ്രാൻ, അതുപോലെ തന്നെ സർവേയർ രാകേഷ്, മറ്റൊരു സർവേയർ അസറുദ്ദീൻ അൻസാരി എന്നിങ്ങനെ 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർക്ക് പുറമെ മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതുപോലെ തന്നെ ഈ തൊഴിലാളികളെ നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ച ബസ്, ആ ബസ് ഇപ്പോഴും ഈ മണ്ണടിയിൽ പൂണ്ടു കിടക്കുകയാണ്. പാലം ഏതാണ്ട് പൂർണ്ണമായും മണ്ണിൽ പുതഞ്ഞ നിലയിലാണ്. സമീപത്തുള്ള ഒരു വീട് ഇത്തരത്തിൽ മണ്ണിനടിയിലാണ്. ഇപ്പോൾ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ആദ്യത്തേത് ആളുകളെ, അതായത് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും മുൻഗണനയുള്ള ഒരു കാര്യം. എന്നാലും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗം കൈവരണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ യന്ത്രങ്ങളടക്കം എത്തിക്കേണ്ടതുണ്ട്. അതിന് ഗതാഗതം സുഗമമാക്കണം. അപ്പോൾ പാലത്തിന് മുകളിലെയും അതുപോലെ തന്നെ റോട്ടിലെയും മണ്ണ് മാറ്റുക എന്നുള്ളതും ഇന്ന് കൂടുതൽ ത്വരിതഗതിയിൽ നടത്താനാണ് തീരുമാനിക്കുന്നത്. എത്രയും വേഗം പാലത്തിന് മുകളിലൂടെയുള്ള ഗതാഗതം അത് സുഗമമാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൂടുതൽ യന്ത്രങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കും. എക്സ്കവേറ്ററുകൾ പോലുള്ളതും അതുപോലെ തന്നെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കും. മാത്രമല്ല ഈ മീനാക്ഷി പാലം എന്ന് പറയുന്നത് അട്ടമല, ചൂരൽമല, മേപ്പാടി, വെള്ളാർമല തുടങ്ങിയ ഭാഗങ്ങളെയെല്ലാം തന്നെ പുറത്തേക്ക് ബന്ധിപ്പിക്കുന്ന നമ്മളോടൊപ്പം മുൻ പഞ്ചായത്ത് അംഗവും പ്രദേശവാസിയും കൂടിയായ റോഷ്ന ചേരുന്നുണ്ട്. റോഷ്ന, എന്തായാലും ഇന്നലെ അപകടമുണ്ടായി മണിക്കൂറുകൾ ഇപ്പോൾ പിന്നിട്ട് കഴിയുമ്പോഴും തെരച്ചിൽ തുടരുക തന്നെയാണ്. രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുകയാണ്. നിലവിലെ സാഹചര്യം അവിടെ എങ്ങനെയാണ്? ഇപ്പം ചെറിയ തോതിൽ മഴയുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യുഎൽസിന്റെ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, മണ്ണ് മാറ്റുന്നുണ്ട്. ഒരു ബോഡി ഇപ്പം കണ്ടതായിട്ടാണ് എടുക്കുന്ന ഒരു വീഡിയോ ഇപ്പം ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഒരു പ്രതിസന്ധി നേരിട്ടത് ഈ പ്രദേശത്തേക്ക് തെരച്ചിലിനാവശ്യമായുള്ള വാഹനങ്ങൾ എത്തിക്കാൻ ഒരു പ്രയാസം നേരിട്ടിരുന്നു. ഇന്ന് ഇപ്പോൾ ഗതാഗതമടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അനാവശ്യമായി ആരെയും ദുരന്ത ഭൂമിയിലേക്ക് കയറ്റി വിടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമായ വാഹനങ്ങളൊക്കെ എവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പം റെസ്ക്യൂ ടീമിന്റെ ആളുകളായിരിക്കാം, ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ട്, നടന്നു വരുന്നുണ്ട്. പോലീസ് കർശനമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ ചെറിയ ഓട്ടോറിക്ഷകളൊക്കെ അവിടെ തടഞ്ഞു വെക്കുകയും അതല്ലാണ്ട് യഥേഷ്ടം കാറുകളെല്ലാം ഇവിടെ പോയിട്ട് തമ്പടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനെ സാരമായി ബാധിക്കും. ഇന്നലത്തെ അതുപോലെയുള്ളൊരു വാഹന ബാഹുല്യം ഇവിടെ ഇല്ല. പക്ഷെ പൊതുവെ കുറച്ച് വാഹനങ്ങളുണ്ട്. പരമാവധി പോലീസ് നിയന്ത്രിക്കുന്നുണ്ട്. ഇനിയും വലിയ രീതിയിലുള്ള വാഹനങ്ങൾ മണ്ണ് മാറ്റാനുള്ള അനുയോജ്യമായ വാഹനങ്ങൾ ഇപ്പോൾ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട്. റോഡ് ഏകദേശം നമുക്കിപ്പോൾ ഈ ഇന്നലെ എന്ന് വെച്ചാൽ 2 റോഡിന്റെ ഇരുവശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് അല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പം അതും ഇല്ല. അതിപ്പോ എന്റെ വീടിന് മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പം ഇവിടെ എല്ലാം മൊത്തത്തിൽ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. റോഡ് പക്കയായിട്ട് ഉണ്ട്. ഇപ്പം വാഹനങ്ങൾ എത്തിക്കാൻ നമുക്ക് തെരച്ചിലിനുള്ള മറ്റ് വലിയ വാഹനങ്ങൾ എത്തിക്കുന്നതിന് ഇപ്പം പ്രയാസമില്ല. പക്ഷെ മീനാക്ഷി പാലത്തിന്റെ ആ ഭാഗത്ത് മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അവിടെ ഇപ്പം ചെറിയൊരു നടവഴി പോലെ മാത്രമേ ആക്കിയിട്ടുള്ളൂ. കാരണം അത്യാവശ്യം ജോലിക്ക് പോകാനുള്ള ആളുകൾക്ക്, ഹോസ്പിറ്റലിലൊക്കെ ജോലിയുള്ള ആളുകളൊക്കെ കടത്തി വിടുന്നതിന് വേണ്ടി ചൂരമല ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കടത്തി വിടുന്നതിന് ഉള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മണ്ണ് വീണ്ടും ചെറുതായിട്ട് ഇങ്ങനെ ഇടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത് രക്ഷാപ്രവർത്തനത്തിന് സാരമായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞാൽ
രക്ഷാപ്രവർത്തനത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിപ്പോൾ അതിലെ പാസ് ചെയ്യുന്ന ആളുകൾ അവരുടെ സുരക്ഷിതത്വം കൂടെ മറ്റുള്ള അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഒരു ബാധ്യതയായിട്ട് വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. റോഷ്ന, അതുപോലെ തന്നെ ആശുപത്രിയിൽ 7ഓളം പേർ ചികിത്സയിൽ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ആരോഗ്യനില സംബന്ധിച്ചു ഇന്നലെ അടക്കം 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകളായിരുന്നു നമുക്ക് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതല്ല. ബാക്കിയുള്ള ആളുകൾ സുഖം പ്രാപിച്ചു വരുന്നു. വലിയ ഗുരുതര പരിക്കുകളും അധികം ആളുകൾക്കും ഇല്ല. 2 പേരുടെ നിലയാണ് കുറച്ച് ഗുരുതരമാണ് എന്ന് പറഞ്ഞിരുന്നത്. ബാക്കിയുള്ള ആളുകളുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിനകത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല, ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ എത്രത്തോളം അത് നേരിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ശരി, എന്തായാലും റോഷ്നയാണ് നമ്മളോട് വിവരങ്ങൾ നൽകിയത്. നിലവിൽ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. നേരിയ മഴ പ്രദേശത്ത് നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി അടക്കം ഉച്ചയോടെ കള്ളാടിയിൽ ദുരന്ത മേഖല സന്ദർശിക്കും. കാണാതായ 5 പേർക്കുള്ള തെരച്ചിലാണ് പുരോഗമിച്ചു വരുന്നത്. ഈ നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയാണ് കാണാതായിരിക്കുന്നത്. മരിച്ച 3 പേരുടെ മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രിമാരായ ടി സിദ്ദിഖും എ പി അനിൽകുമാറും ദുരന്തമുഖത്തുണ്ട്. അവരാണ് രക്ഷാപ്രവർത്തനത്തിനടക്കം ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെടാവർ നായ്ക്കളെ അടക്കം എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഊർജിതമായി തുടരുന്നത്. നമ്മൾ കണ്ടതാണ്, ചൂരൽമലയിൽ അടക്കം കെടാവർ നായ്ക്കളാണ് ഇത്തരത്തിൽ മണ്ണിനടിയിൽപ്പെട്ട ഒട്ടനവധി മൃതദേഹങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനും ഒക്കെ സഹായിച്ചത്. ആ ഒരു തെരച്ചിൽ ദൗത്യം തന്നെയാണ് ഇപ്പോൾ കള്ളാടിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് നേരിയ മഴ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതിനാൽ ഇപ്പോൾ റോഷ്ന സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്ക് മണ്ണ് ചെറുതായി ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ വാഹനങ്ങളടക്കം രക്ഷാപ്രവർത്തനത്തിനായി സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുകയാണ്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ദുരന്തമുണ്ടായ വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്ത് തെരച്ചിൽ വ്യാപകമായി തന്നെ തുടരുകയാണ്. രാത്രി വൈകിയും ഇന്നലെ തെരച്ചിലുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയോടെയാണ് തെരച്ചിൽ പുനരാരംഭിക്കുന്നത്. കണ്ടെത്താനുള്ള 5 പേരെ കണ്ടെത്തുന്നത് വരെ തെരച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. മനുഷ്യ സഹജമായ എല്ലാ സാഹചര്യങ്ങളിലൂടെയും തന്നെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ അപകടമുണ്ടായ സ്ഥലം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ പ്രകാരം മഴ മാത്രമാണ് ഒരു പ്രതികൂലമായി നിലനിൽക്കുന്നത്. ബാക്കി കെടാവർ നായകളെ അടക്കം എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ച് വരികയാണ്. ആശുപത്രിയിൽ 7ഓളം പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ 2 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ. അതിൽ നിന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട 2 തൊഴിലാളികളെയും നമ്മൾ കണ്ടതാണ്. ഇനി കണ്ടെത്താനുള്ള 5 പേരാണ്. ആ 5 പേർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അതോ മറ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ നമുക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല. കൂടാതെ ഈ 5 പേർ എന്നൊരു കണക്കാണ് ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ 5 പേരെയാണ് കാണാതായത് എന്നാണ് കമ്പനി അറിയിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് 5 പേർക്കായുള്ള തെരച്ചിൽ നടക്കുന്നത്. കൂടാതെ തന്നെ ഇതിൽ കൂടുതൽ ആളുകൾ ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ ദുരന്തം നടക്കുന്ന ഭൂമിയുടെ സമീപത്തെ പാലമുണ്ട്. ആ പാലത്തിൽ കൂടി നിരവധി ആളുകൾ ഉള്ളതാണ്. ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ തുരങ്കപാതയുടെ വീഡിയോ ചിത്രീകരിച്ചവർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചിത്രീകരിച്ചവർ ദുരന്തമുണ്ടായതിനു ശേഷം അത് അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ വിനോദസഞ്ചാരത്തിനടക്കം ഈ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് ഇരുചക്ര വാഹനങ്ങളിലൊക്കെയായി. ആ ഒരു സമയത്ത് ആ ഒരു സ്ഥലത്തു കൂടി ആരെല്ലാം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു കണക്ക് പറയാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഈ ദുരന്തത്തിൽ കൂടുതൽ ആളുകൾ അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം നമുക്ക് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതിനായുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രദേശത്തെ ആകെ മണ്ണ് കാർന്നു തിന്നുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പാലത്തിന്റെ പരിധിയിൽ ഒരു പരിധി വരെ പാലത്തിലൂടെയുള്ള മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ കൂടുതൽ
രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പാലത്തിലുള്ള മണ്ണുകൾ കൂടുതലായും എന്തായാലും നീക്കം ചെയ്യുക. അതിനുവേണ്ടിയുള്ള ഗതാഗത നിയന്ത്രണം അടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ആംബുലൻസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മാത്രമാണ് ഈ ഒരു പ്രദേശത്തേക്ക് കടത്തിവിടുന്നത്. പോലീസ് സേന അടക്കം മാധ്യമങ്ങൾക്കടക്കം ഈ ഒരു പ്രദേശത്ത് ഇത്ര കിലോമീറ്ററിനുള്ളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം ഏകോപിച്ച് വരിക തന്നെയാണ്. മഴ മാത്രമാണ് ചെറിയൊരു തടസ്സമായി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 5 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് അപകട സ്ഥലത്ത്. കൂടാതെ തന്നെ മന്ത്രിമാരും അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച് തുടരുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്താനായി മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഇന്ന് കള്ളാടിയിൽ ഉച്ചയോടെ എത്തും. മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി സ്ഥലത്തെത്തുക. കൂടാതെ തന്നെ ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണോ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യവും മന്ത്രിസഭാ യോഗത്തിൽ വിലയിരുത്തും. ആ മന്ത്രിസഭാ യോഗത്തിൽ വിലയിരുത്തൽ നടത്തിയതിനു ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുക. ഇന്നലെ നമ്മൾ കണ്ടതാണ് മന്ത്രി ടി സിദ്ദിഖ് അടക്കം രൂക്ഷ വിമർശനമായിരുന്നു നിർമ്മാണ കമ്പനിക്കെതിരെ നടത്തിയത്. ഈ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ ഈ മഴ കനക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതായിരുന്നു. എന്നിട്ടും കമ്പനി അത് ചെയ്തില്ല എന്നൊരു വിമർശനമായിരുന്നു മന്ത്രിമാരടക്കം ഉന്നയിച്ചത്. എന്നാൽ കമ്പനി പറയുന്നത് ഇത്ര ദിവസങ്ങൾക്ക് മുന്നേ തന്നെ മഴ കനത്തപ്പോൾ തന്നെ പ്രവർത്തികളെല്ലാം നിർത്തിവെച്ചതായിരുന്നു. ഈ മണ്ണ് കൂട്ടിയിട്ടതല്ല ഈ ഒരു അപകടത്തിന് കാരണം എന്നൊരു വിശദീകരണം അവരുടെ ഭാഗത്തുനിന്ന് കൂടി എത്തുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാകും. ആ ചർച്ചയായതിനു ശേഷമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. കൂടാതെ ഈ കമ്പനിക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് സർക്കാർ കടക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ദുരന്ത ഭൂമിയിലേക്ക് എത്തുക. നിലവിൽ മരിച്ച 3 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്ന് തന്നെ ജന്മനാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആശുപത്രിയിൽ കഴിയുന്ന 2 പേരുടെ നിലയെ മാത്രമാണ് നിലവിൽ ഗുരുതരമായുള്ളത്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടാതെ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. എന്തായാലും വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ കണ്ണാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം ഇന്നലെയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. 11 മണിയോടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതിനുശേഷം പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളെല്ലാം ഞെട്ടിപ്പിക്കുന്നു തന്നെയായിരുന്നു. മണ്ണിടിച്ചിൽ ഉണ്ടായ CCTV ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നപ്പോൾ എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത്, ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി എന്താണ് എന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ്. നേരിയ മഴ നിൽക്കുന്നത് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലൊരു വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. വലിയ രീതിയിലൊരു പ്രതിസന്ധി അടക്കം സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും സ്ഥലത്ത് പുരോഗമിക്കുന്നത്. ശക്തമായ മഴ തന്നെയാണ് ആ ഒരു പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർന്ന മഴയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. എന്നാൽ ഇപ്പോഴും ആ മഴ തുടരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം അടക്കം തടസ്സപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.